എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെതിരെ പാലക്കാട് രൂപത. മദ്യനിർമ്മാണശാല സമൂഹത്തിന് വിപത്തായി മാറുമെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ. എലപ്പുള്ളിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കർഷകർ പട്ടിണിയിലാകും. മലമ്പുഴ ഡാമിൽ നിന്ന് കഴിഞ്ഞ തവണ കൃഷിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയും ഉണ്ടായി. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, കൂടുതൽ വിവരങ്ങൾ. പാലക്കാട് മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കുന്നതിലെ വിയോജിപ്പ് കൃത്യമായിട്ട് തന്നെ വ്യക്തമാക്കുകയാണ് പാലക്കാട് രൂപത. ഈ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയത് അംഗീകരിക്കാനാവുന്ന കാര്യമല്ല. മദ്യനിർമ്മാണശാല സമൂഹത്തിന് വിപത്തായി മാറുമെന്നാണ് പാലക്കാട് രൂപത ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുന്നത്. മാത്രമല്ല, എലപ്പുള്ളിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കർഷകർ പട്ടിണിയിലാകുന്ന സ്ഥിതി ഉണ്ടാവും. മലമ്പുഴ ഡാമിൽ നിന്ന് കഴിഞ്ഞ തവണ കൃഷിക്ക് വെള്ളം കിട്ടാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. മദ്യത്തിന്റെ വിൽപ്പന ഘട്ടം ഘട്ടമായി കുറയ്ക്കുമെന്ന് പറഞ്ഞ് സർക്കാർ ഇപ്പോൾ ഇങ്ങനെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് എന്നും കമ്പനി ലക്ഷ്യമിടുന്നത് രാസമദ്യ നിർമ്മാണമാണെന്നത് വ്യക്തമാണെന്നും മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറയുകയുണ്ടായി. വന്യമൃഗശല്യം ഒഴിവാക്കി ജനങ്ങളെ സഹായിക്കാനാണ് സർക്കാർ മുൻഗണന നൽകേണ്ടത്. അതല്ലാതെ ഇത്തരത്തിൽ മദ്യം നിർമ്മിക്കാനല്ല, അല്ലെങ്കിൽ ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമായുള്ള ഒരു പ്രദേശത്ത് ഇങ്ങനെ മദ്യ കമ്പനി കൊണ്ടുവന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ളതാണ് പാലക്കാട് രൂപത അധ്യക്ഷൻ പറയുന്നത്. അരുൺ, ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളും ഉണ്ടാകുമ്പോൾ ഒയാസിസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വിശദീകരണവും ഉണ്ടാകുന്നുണ്ടല്ലോ. കമ്പനി ആരംഭിച്ചാൽ ജലക്ഷാമം, മലിനീകരണം എന്നിവ ഉണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്ക് വേണ്ട എന്നാണ് ഒയാസിസ് കമ്പനി അധികൃതർ പറയുന്നത്. 5 ഏക്കറിൽ നിർമ്മിക്കുന്ന മഴവെള്ള സംഭരണിയിലെ വെള്ളം മദ്യ ഉൽപാദനത്തിന് മതിയാകും. കൂടുതൽ ആവശ്യമെങ്കിൽ മാത്രമേ ജല അതോറിറ്റിയെ സമീപിക്കുകയുള്ളൂ എന്നൊരു ന്യായീകരണം കൂടി അവർ നിരത്തുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒയാസിസ് കമ്പനി ഇപ്പോൾ ഒരു വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കമ്പനി ആരംഭിച്ചാൽ ജലക്ഷാമം, മലിനീകരണം ഉണ്ടാകുമെന്ന ആശങ്ക ജനങ്ങൾക്ക് വേണ്ട എന്നാണ് ഈ ഒയാസിസ് കമ്പനി അധികൃതർ പറയുന്നത്. 5 ഏക്കറിൽ നിർമ്മിക്കുന്ന ഈ മഴവെള്ള സംഭരണിയിലെ വെള്ളം തന്നെ മദ്യ ഉൽപാദനത്തിന് മതിയാവും. കൂടുതൽ ആവശ്യമെങ്കിൽ മാത്രമേ ജല അതോറിറ്റിയെ സമീപിക്കുകയുള്ളൂ എന്നുള്ളതാണ് കമ്പനി അധികൃതർ പറയുന്നത്. മാത്രമല്ല, കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ച് 2 വർഷത്തിന് ശേഷം വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുമെന്നും 1200ഓളം പ്രദേശവാസികൾക്ക് തൊഴിൽ നൽകുമെന്നും കമ്പനി പറയുന്നുണ്ട്. ഇതിൽ ആദ്യ മുൻഗണന കമ്പനി ആരംഭിക്കുന്ന എലപ്പുള്ളിയിലെ മണ്ണുകാട് പ്രദേശത്തുള്ളവർക്കായിരിക്കുമെന്നും അനുമതി നേടാൻ ആർക്കും കൈക്കൂലി നൽകിയിട്ടില്ല എന്ന് ഈ കമ്പനി അധികൃതർ പറയുന്നുണ്ട്. അതേസമയം സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ പൂർണ്ണമായ വിവരങ്ങൾ ഉടൻ വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കുമെന്നുള്ളതാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. അതായത് വരുന്ന ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിട്ട് ഈ ഒയാസിസ് കമ്പനിയുടെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടാകും. ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതാണ്. ഡൽഹിയിൽ നിന്നും മറ്റുമൊക്കെയുള്ള പ്രതിനിധികളാണ് കമ്പനിക്കുള്ളത്. മലയാളികളായ ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൃത്യമായി മലയാളത്തിൽ ഉൾപ്പെടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ കൂടി അവർ പുതിയ സ്റ്റാഫുകളായി സെലക്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ കൂടി സെലക്ട് ചെയ്തതിനു ശേഷം എന്തൊക്കെയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുമെന്നുള്ളതാണ് കമ്പനി അധികൃതർ പറയുന്നത്.